മുൻ BJP വൈസ് പ്രസിഡന്റ് ഇത്തവണ വിമത സ്ഥാനാർത്ഥിയായാണ് കൊച്ചി കോർപ്പറേഷനിൽ മത്സരിക്കുന്നത്. ചെർലായി വാർഡിലാണ് ശ്യാംരാജ് പ്രഭു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ഇത്തവണ ജനവിധി തേടുന്നത്. എന്തുകൊണ്ടാണ് ഇത്തവണ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തേക്ക് എത്താൻ? അല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആരും അറിയില്ല. അവർക്ക് ഒരു സ്ഥാനമാനങ്ങളും ഇല്ല, പാർട്ടിയിൽ ഒന്നുമില്ലാത്ത. എനിക്ക് 2015 റിബലായിട്ട് നിന്നവർക്ക് ഡെമ്മിയായിട്ട് നിന്ന അവരെയാണ് ഇപ്പോൾ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ അവിടുത്തെ എല്ലാ ആൾക്കാർക്കും ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. സ്ഥാനങ്ങളുള്ള ഇല്ലെങ്കിൽ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും നിർത്തിക്കോട്ടെ, അതിൽ കുഴപ്പമില്ല. പക്ഷേ അതിലൊന്നും ഇല്ലാത്ത ഒരാളെ നിർത്തിയതിൽ പൊതുവെ എല്ലാവർക്കും അമർഷമുണ്ട്. അതിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നത്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ. ഇന്നലെയായിരുന്നു പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസം. ഇന്നലെ വരെയും വലിയ ചർച്ചകളൊക്കെ നടന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു പത്രിക പിൻവലിപ്പിക്കാനായിട്ട്. അല്ല, ഇന്നലെ വരെയും ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് വരുമോ എന്നൊക്കെ നോക്കിയിരുന്നു. പക്ഷേ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതി, എനിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതി. എൻ്റെ കൂടെയുള്ള പ്രവർത്തകരാരും തന്നെ ഈ ഒരു ഇതിൽ ആരും സമ്മതിക്കില്ല. ഞാൻ മത്സരിക്കണം എന്നുള്ളതാണ്. ഞാൻ മത്സരരംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവരെനിക്ക് നൽകുന്ന സ്വീകരണവും എന്നോട് പറയുന്ന കാര്യങ്ങളും നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇനിയും ദൈവം എനിക്ക് ഒരു അവസരം തന്നെ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട്, ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് ഒരവസരം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും ഒരു ടിക്കറ്റ് കൊടുത്തിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതാരും അല്ലാത്ത ഒരാൾ അവരെ കൊണ്ടേ നിർത്തിയപ്പോൾ പാർട്ടിയിൽ പൊതുവെ പ്രതിഷേധമുണ്ട്. കൂടാണ്ട് എന്നെ കണ്ടമാനം 2015 ഞാൻ മത്സരിക്കുന്ന സമയത്ത് പാർട്ടിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയവരാണ് ഇപ്പോൾ എല്ലാവരും, ഇവരുടെ കൂടെയുള്ളവർ. ഡെമ്മി സ്ഥാനാർത്ഥിയും പിന്നെ അവരെ ഒത്താശ ചെയ്യുന്നവരും ഒക്കെയാണുള്ളത്. അപ്പോൾ അതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊരു അതൃപ്തിയാണല്ലോ മത്സരിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ. അപ്പോൾ ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നിൽ ആരൊക്കെയാണ് ആ നേതൃത്വം? അത് ആരെല്ലാമാണ്? അതിന് ഒരു 5 പേരുണ്ട്. ഇവരൊക്കെ തന്നെയുള്ളൂ. വേറെ ആരും അതിൽ ഒന്നും പറയില്ല, ഒന്നും ചെയ്യില്ല. ഇവരല്ലാണ്ട് വേറെ ആരുമില്ല. ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവർ ബോയ്ക്കോട്ട് വരെ ചെയ്യാൻ തയ്യാറാണ് എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ആളുകൾ ജില്ലാ നേതൃത്വത്തിൽപ്പെട്ട ആളുകളാണ്? ഉണ്ട്. ജില്ലാ ജനറൽ സെക്രട്ടറി ഉണ്ട്, മണ്ഡലം പ്രസിഡന്റ് ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. ഇത്തരം നീക്കങ്ങൾ ഈ പാർട്ടിയെ തകർക്കല്ലേ അതിൻ്റെ ലക്ഷ്യം? അല്ല, പാർട്ടിയിൽ ഒരു അനീതി കണ്ടു കഴിയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം. അതാണ് എൻ്റെ ഒരു മനസ്സിലായി. അതൊരിക്കലും വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് കേരളത്തിൽ BJP വളരാത്തത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. കുറച്ച് വ്യക്തികളുടെ കയ്യിലാണ് ഇതുള്ളത്. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് തരുന്ന സഹായങ്ങളാവട്ടെ, മറ്റ് വികസന പ്രവർത്തനങ്ങളാവട്ടെ, ഇത് യഥാസമയം ജനങ്ങളിലേക്ക് എത്താത്തതും ഇതൊക്കെ തന്നെ കൊണ്ടാണ്. മനസ്സിലായോ? അപ്പം ഞങ്ങളൊക്കെ നരേന്ദ്രമോദിയെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന വ്യക്തികളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇതോട് കൂടിയിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അത് പറയില്ല. പക്ഷെ ഞാൻ അതിലേക്ക് കടക്കുന്നുമില്ല. പക്ഷേ ഇവിടെ ഉള്ളവരുടെ ആ ശക്തമായിട്ടുള്ള അവരുടെ എന്താ പറയുക അനീതിയാണ് ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് ഒരവസരം ഞാൻ കണ്ടുവച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇത് ചെയ്തില്ലെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് വരെ ഇത് ബാധിക്കും. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രവർത്തനം കൊണ്ടു നടക്കുന്ന ഒരു 4-5 പേര്, മനസ്സിലായി, അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും മത്സരരംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. എനിക്ക് നല്ല ജനപിന്തുണയുണ്ട്. പോയ സ്ഥലങ്ങളിലൊക്കെ അവർ എൻ്റെ കൂടെയാണ്, എന്നെ ജയിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്നിപ്പോൾ രാജിവെച്ചു BJPയിൽ നിന്ന്. അത് ഏതെങ്കിലും തരത്തിൽ മറ്റു സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ആ രാജി? അല്ല, ഞാൻ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. വേറെ ആരോടും ഒന്നും ഒരു ഇതുണ്ടായിട്ടല്ല. കോൺഗ്രസ് നേതൃത്വം സമീപിച്ചതായ ഒരു വിവരങ്ങൾ ലഭിച്ചിരുന്നു ഈ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിന് വേണ്ടി? അല്ല, അവരെ സംബന്ധിച്ച് അവർ ഒഫീഷ്യലായിട്ടല്ല. ഞാൻ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അവരെന്നോട് വേണമെങ്കിൽ അവരുടെ ഇതിലേക്ക് വന്നൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരിക്കലും അന്നും ഇന്നും ഞാൻ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റായിട്ടാണ് നിൽക്കാനായിട്ട് താല്പര്യം. ജനപിന്തുണയോടുകൂടി, ജനങ്ങളുടെ സഹായത്തോടുകൂടി, സഹകരണത്തോടുകൂടി മത്സരരംഗത്ത് വരുന്നു. ആരുടെയും സഹായം എനിക്ക് വേണ്ട എന്നുള്ളൊരിതിലാണ്. സഹായമല്ല,
ഞാൻ പറയുന്നത് ആരും പിന്തുണയോ ഇല്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്കൊന്നുമില്ല? ഒന്നുമില്ല, ഒരു ഇതുമില്ല. ഞാൻ ആരെയും ഇതിലേക്ക് വന്നിട്ടില്ല. സ്വന്തം ഒരു ഇത്. ഈ BJP സംസ്ഥാന നേതൃത്വത്തിന് ഏതെങ്കിലും തരത്തിൽ അതൃപ്തിയൊക്കെ അറിയിച്ചിരുന്നു? അവിടെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ളൊരു അനുകൂല തീരുമാനം ഉണ്ടായോ? അവർക്കൊക്കെ അറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 5 പേര് ലോകം മുഴുവൻ എന്താ പറയുക, അവരുടെ ദുഷ്പ്രവണതകൾ, അവരുടെ വൃത്തികേടുകൾ കൊണ്ട് മനുഷ്യനെ വെറുപ്പിക്കുന്ന രീതിയിൽ, ഇപ്പം ഞാൻ മാത്രമല്ല ഒത്തിരി പ്രവർത്തകരുണ്ട്, അവരോടൊക്കെ ചോദിച്ചു നോക്കിയാൽ അവർ പറയും എന്താണ് ഇവരവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന്. സമൂഹത്തിന് വേണ്ട എല്ലാ വൃത്തികേടുകളും അവർ കാണിച്ചുകൊണ്ടിരിക്കണതെന്ന്. ഒരു സമൂഹത്തിനെ, ഒരു സമുദായത്തിനെ, ഇല്ലെങ്കിൽ ഈ നന്മ ചെയ്യുന്നവരെയൊക്കെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ? തീർച്ചയായിട്ടും ജില്ലാ സെക്രട്ടറി മുൻപന്തിയിലാണ്. അയാളെ സംബന്ധിച്ച് 3 തവണ നടപടികൾ നേരിട്ട വ്യക്തിയാണ്. 6 വർഷത്തേക്ക് 3 തവണ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്കെതിരായി ഞാൻ മത്സരിക്കുമ്പോൾ എനിക്കെതിരായിട്ട് മത്സരിച്ച വ്യക്തിയാണ്. പിന്നെ അയാളെ എടുത്തു, പിന്നെ അയാളെ എനിക്കെതിരെ. എന്താ ഈ കേൾക്കണതൊക്കെ? ഇപ്പം ഈ സ്ഥാനാർത്ഥിയുടെ ഭർത്താവാണെങ്കിലും സംഘത്തിൽ നിന്നൊക്കെ അയാളെ പുറത്താക്കിയ വ്യക്തിയാണെന്നാണ് പറയണത്. അയാളെയൊക്കെ ഇത് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ സീറ്റ് കൊടുക്കാമെന്നുള്ളതിൽ ആകെ പാർട്ടിയിൽ സ്ഥാനമാനങ്ങളുള്ളവർ, പാർട്ടിയിൽ പ്രവർത്തിച്ചവർക്ക് അവർക്ക് സീറ്റ് കൊടുത്തോളൂ. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതുമാണത്, അവർക്ക് കൊടുക്ക്, ഞാൻ മാറാമെന്ന് പറഞ്ഞു. പക്ഷെ അതിനൊന്നും അവർ തയ്യാറില്ല. അവർക്ക് ഇവരെ തന്നെ വേണം. ഈ 5 പേര് ഇവിടെ നശിപ്പിക്കുന്നവരെ. മട്ടാഞ്ചേരി കംപ്ലീറ്റ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ച 10-32 വർഷം ഉണ്ടാക്കി വെച്ച എല്ലാ കാര്യങ്ങളും അത് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് ഇവർക്ക് ചെയ്യാം. ഇവർക്കെതിരെ സംസ്ഥാന നേതൃത്വം നടപടിയെടുക്കാതെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാൻ തീരുമാനിച്ചത്? തീർച്ചയായിട്ടും സംസ്ഥാന നേതൃത്വം ഇവർക്കെതിരെ നടപടിയെടുത്തില്ല. എല്ലാവരോടും ഞാൻ സംസാരിച്ചിട്ടായിരുന്നു, റിട്ടേൺ ആയിട്ട് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായും. എന്നാലും വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ശ്യാമള എസ് പ്രഭു തീരുമാനിച്ചതും ഈ പത്രിക പിൻവലിക്കാതെ മത്സര രംഗത്തേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നതും. വലിയ വിജയപ്രതീക്ഷ തന്നെ മണ്ഡലത്തിൽ ശ്യാമള എസ് പ്രഭുവിനുണ്ട്. ക്യാമറ പേഴ്സൺ സജിലിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.